ഹായ് ഗൈസ്, നമസ്കാരം. ഡിഫറെന്റ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു മാട്ടുമല. അപ്പൊ ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് യാസ് തിരൂരങ്ങാടിയാണ്. ഇക്കട വിശേഷം നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് നമസ്കാരം. വിശേഷങ്ങളൊക്കെ? വളരെ സുഖം, സന്തോഷം. അങ്ങനെ പോകുന്നു. ഇക്കട പേര് തന്നെ ഒരു വ്യത്യസ്തമാണ്, യാസ് തിരൂരങ്ങാടി. ഈ മൂന്നക്ഷരം YAS. ശരിക്കും ഇക്കട റിയൽ നെയിം എന്താണ്? യാസിൻ തന്നെയാണോ? എന്റെ പേര് ശരിക്കും യാസീൻ എന്നാണ്. യാസിൻ എന്നാണ്. അപ്പോ ഒരു ഷോർട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോ യാസ് YAS. YAS യാസ്. കാരണം എങ്ങനെ ഈ ഒരു പേര് ഇല്ലെങ്കിൽ ഇക്ക സ്വയം ഇട്ടതാണോ അതോ അല്ല, പ്രേക്ഷകർ ഇത് ഏറ്റെടുത്തിട്ടാണോ? ഞാൻ യാസീൻ തിരൂരങ്ങാടി, അതുപോലെ യാസീൻ ഗൂഡല്ലൂർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈറ്റിൽ മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ താജിക്ക് ഇവരെല്ലാം കൂടി പറഞ്ഞാണ് ഒരു ഷോർട്ട് നെയിം ഇടാൻ ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു 2001 2002 കാലഘട്ടത്തിലാണ് അങ്ങനെ തോന്നുന്നത് ഓർമ്മ. അവിടെ നിന്ന് യാസീൻ എന്നുള്ളത് ശരിക്കും യാസീൻ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു, മജീദ് അലി എഡിറ്റർ. അപ്പൊ അവരെല്ലാം കൂടി പറഞ്ഞൊരു ഷോർട്ടാക്കാം എന്ന് പറഞ്ഞപ്പോ ആ യാസീന് യാസാക്കി. അതിനുശേഷം യാസിൻ തിരൂരങ്ങാടി സംവിധാനം, അതിനു മുന്നേ കുറെ സോങ്ങുകൾ രചന ചെയ്തിട്ടുണ്ട്, അനൗൺസ്മെന്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ഇക്കട ഫസ്റ്റ് ഈ ഒരു ഫീൽഡിലോട്ട് ഇക്ക എങ്ങനെയാണ് കടന്നു വന്നത്? ഞാൻ ഈ പ്രസംഗം അതുപോലെ അനൗൺസൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ആഗ്രഹവും ഇഷ്ടവും ഒരു ആരാധനയാണ് അത് അനൗൺസർമാരോടൊക്കെ. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഈ ഫുട്ബോൾ അനൗൺസൊക്കെ നടക്കുന്ന സമയത്ത് ഇപ്പോ സെവൻസ് ഫുട്ബോളൊക്കെ 10-30 കൊല്ലം മുമ്പ് തിരൂരങ്ങാടിയിലെ അഖിലേന്ത്യാ സെവൻസ് ഒക്കെ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ അനൗൺസ് രംഗത്ത് ഗുരു ലത്തീഫ് ബോയ് എന്ന് പറയും. മൂപ്പര് അനൗൺസ് ചെയ്യുമ്പോൾ ആ വാഹനത്തിന്റെ ബാക്കിൽ ഓടലായിരുന്നു എന്റെ പതിവ്. അനൗൺസ് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. ഓടി ഓടി അത് കേൾക്കുക മാത്രമല്ല, ഞാനത് പഠിച്ചു. അദ്ദേഹത്തിന്റെ അവരെ കൂടെ തന്നെ ഞാനൊരു അനൗൺസറായിട്ട് പിന്നെ മാറി. അതിനുശേഷം പിന്നെ സെവൻസ് ഫുട്ബോളിന്റെ രംഗത്ത് ഒരുപാട് സെവൻസ് ഫുട്ബോളുകളിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോയി. ഒരു വ്യാപാര സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കടന്നുപോയി. അതിനുശേഷമാണ് ഇക്ക ഈ പാട്ടുകൾ ഒരുപാട് അതിന്റെ ഇടയിലായിട്ട് ചെറുതായിട്ടൊക്കെ എഴുതാനുള്ള പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ പരസ്യങ്ങളൊക്കെ ആയതുകൊണ്ട് 1-2 സ്ഥാപനങ്ങളെ പരസ്യം കിട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്, ആഡ്. അങ്ങനെ അത് പോയി ചെയ്തു. പിന്നീടാണ് ഈ ആൽബം പരസ്യചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ കടന്നുപോയത്. ശരിക്കും ഇക്ക 100-150ഓളം ആൽബങ്ങൾ ഇന്നലെ മാപ്പിളപ്പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്ന് പറയും. അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഷർ ഏറ്റെടുത്തിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ ഡിഫറെന്റ് മീഡിയയിലെ പ്രഷർക്ക് വേണ്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു എന്റേതായ രീതിയിൽ ഞാൻ എഴുതിയത് അത്ര വലിയ ഹിറ്റിലേക്കൊന്നും പോയിട്ടില്ല. കാരണം അന്ന് അങ്ങനെ ആളുകൾ ഏറ്റെടുത്ത് പാടിയൊരു സംഭവം അന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ യൂട്യൂബിന്റെ കാലങ്ങളും ഇതൊക്കെ വന്നത്. ഇപ്പൊ ന്യൂ ജനറേഷൻ ഒരുപാട് കയറി. ഞാൻ സംവിധാനം ചെയ്ത നമ്മളെ ഷെരീഫ് കപാടി ഒരു പാട്ട് പിടിച്ചു വലിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ വൻ ഹിറ്റാണ്. ആ ആൽബം തന്നെ ആ ഒരു കാലത്ത് ഇപ്പോ CD തരംഗമായിരുന്നു. കസ്തൂരി ആൽബം അത് നമ്മളെ കൽബാണ ഫാത്തിമ, സുക്കൂർ സുന്ദരൻ ആ ഒരു ടൈമിങ്ങിൽ ഇറങ്ങിയൊരു പാട്ടായിരുന്നു. പാട്ട് അത് അറിയാനുള്ള ഇപ്പോഴത്തെ ഇതിലേക്ക് നമ്മൾ അത്ര വലിയ ഹിറ്റായിട്ടില്ല. പക്ഷെ എങ്കിലും എഴുതുന്നു, അങ്ങനെ റിലീസ് ചെയ്തതിന് പോകുന്നു എന്നല്ലാതെ വൻ ഹിറ്റിലേക്കൊന്നും പോയിട്ടില്ല. എന്നാലും ജനങ്ങളെ ഏറെക്കുറെയൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ ഫീൽഡിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ല, ഇപ്പൊ എഴുതിയ ഗാനം കണ്ണൂർ ഷെരീഫ് പാടുന്നു, ഞാൻ എഴുതിയതല്ല. ഞാൻ പാട്ട് ഞാൻ സംവിധാനം ചെയ്ത വിഷ്ണു സംവിധാനം ചെയ്തിട്ടുള്ളൂ. അല്ല, രണ്ടുപേരും നമ്മള് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പാടണമെന്നില്ല, അതിപ്പോ ആർക്കും അങ്ങനെ ഒരു ഈ മറ്റേ അനൗൺസ്മെന്റ് ചെയ്യുന്നൊരു സൗണ്ടുള്ളായതുകൊണ്ട് ഞാനത് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പ്രേക്ഷകർ പറയും മേലാൽ മൂപ്പരെ കൊണ്ട് പാടിക്കരുതെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു വിഷയം ഉണ്ടായതുകൊണ്ട് എന്റെ പാട്ട് ഒരുപാട് ആൾക്കാർ പാടിയിട്ടുണ്ട്. നമ്മളെ മാപ്പിളപ്പാട്ട് അതുപോലെ മേഖലകളിലൊക്കെ ഒരുപാട് ആളുകൾ പാടിയിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല പാട്ട്, അർത്ഥവത്തായ ഒരുപാട് പാട്ടുകളുണ്ട്. എന്തുകൊണ്ടോ അത് ജനങ്ങൾ ഹിറ്റാക്കിയില്ല എന്നുള്ളത് എന്റെ കുറ്റമല്ല. അല്ല, അത് നമ്മൾ ഇതാക്കണ്ട, അത് പ്രേക്ഷകർ ഓരോ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന, അതായത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല സന്ദേശഗാനങ്ങള്. നമ്മളെ ബേബി നാസിനി മറ്റേ അറിയില്ല, ഡം ഡം ഡിഗ ഡിഗ, ആ കുട്ടിയൊക്കെ അവസാനമായിട്ട് പാടിയതൊക്കെ എന്റെ 2 പാട്ടുകളാണ്. ഞാൻ സംഗീതം ചെയ്ത് നമ്മളെ സുഹൃത്തുക്കൾ എഴുതിയ പാട്ടുകളായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഈ മേഖലയിലുള്ള ഒരുപാട് ആളുകൾ നമ്മളായിട്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവർ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ വൻ ഹിറ്റുകൾ എന്ന് പറയാൻ മാത്രം എന്നിൽ ഇല്ലെങ്കിലും ഞാൻ എന്റേതൊക്കെ നന്നായത് കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ ഇങ്ങനെ ഈ സ്ഥിതിയിൽ നിന്ന് പോകുന്നത്. ഇപ്പൊ ഇത്രയും പാട്ടുകൾ എഴുതി അതിന് ഇപ്പോ ഏകദേശം എത്ര വർഷമായിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് കടന്നു വന്നിട്ട്? ഞാൻ ഇപ്പൊ ഏകദേശം 50ലേക്ക് അടുത്തോണ്ടിരിക്കേണ്ട വയസ്സ്. ഒരു 15-ാമത്തെ 16-ാമത്തെ വയസ്സ് മുതൽ ഞാൻ അനൗൺസ്മെന്റ് രംഗത്ത് സജീവമായി. ഒരു 20-22 വയസ്സ് മുതൽ ഞാൻ ഈ സംവിധാന രംഗത്തേക്ക് കയറിയിട്ടുണ്ട്. 20 വർഷത്തോളം. 20 വർഷത്തോളൊക്കെ ആയി. എഴുത്തും അതുപോലെ സംവിധാനവും
അനൗൺസ് അതുപോലെ ഡബിങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ ഇങ്ങനെ പിടിച്ചു പിടിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പോവോ അത്രത്തോളം നല്ല കല കഴിവിന്റെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പൊ നമ്മളെ 90 കിഡ്സിൽ നിന്ന് ഇപ്പൊ 2K കിഡ്സിന്റെ ഒരുപാട് നല്ല ആൽബങ്ങൾ ഒക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്തിന് ഒരുപാട് ഇക്കടെ ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരുപാടെണ്ണം അത് കൂടുതൽ പ്രഷർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വർക്ക് ഉണ്ടാവും. ഇപ്പോ നമ്മളെ കലാരംഗത്ത് തന്നെ നമ്മളെ സഹപ്രവർത്തകനാണ് ഷാനി ഫൈരൂർ. ഷാനി ഫൈരൂർ അഭിനയിച്ചൊരു ഉമ്മി നീയാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ഞാൻ സംവിധാനം ചെയ്തു. ഷാനിഫ് ഞങ്ങളെല്ലാം കൂടി. അപ്പൊ ആ ഒരു ആൽബം ഇപ്പൊ ആ ഷാനിഫിന്റെ അഭിനയവും വിധു പ്രതാപിന്റെ ഞാൻ തന്നെയാണ് ആ പാട്ട് എഴുതിയത്. വിധു പ്രതാപിന്റെ ആലാപനവും സത്യത്തില് കുറെ കാലത്തിന് ശേഷം ഇപ്പോഴും മനസ്സിൽ അത് പ്രേക്ഷകർക്കുണ്ട്, എനിക്കുണ്ട്. ഞാനൊരു സംതൃപ്തിയാണ് അത്. കുറെ കാലത്തിന് ശേഷം അങ്ങനെയുള്ള ആൽബങ്ങള്, അതായത് പിന്നെ പ്രണയങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ ഇപ്പൊ വരുന്ന പാട്ടുകളൊക്കെ ഇന്നിറ്റായാൽ നാളെ ആ പാട്ടിന് ഒരു ജീവനില്ല. നേരെ മറിച്ച് പഴയ കാലത്തെ പാട്ടുകളും നമ്മളെ സന്ദേശം ഉമ്മാനെ പറ്റിയുള്ള പാട്ടുകളൊക്കെ ആകുമ്പോൾ അത് എക്കാലവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന പാട്ടുകൾ. അതാണ് അതിനുള്ളൊരു വ്യത്യാസം ഈ ഒരു ഇതിലുണ്ട്. ഉണ്ട്. ഇപ്പോ ഷാനിഫിനെ നായകനാക്കിയിട്ട് ഒരു വർക്ക് ചെയ്തു. ഷാനിഫ് ഒരു ഡയറക്ടറാണ്. ഷാനിഫ് ഒരു ഡയറക്ടറാണ്. തീർച്ചയായിട്ടും ആ ഒരു ഡയറക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ഇക്കാടെ ഒരു ഡയറക്ഷനിലോട്ട് വന്നപ്പോൾ ആളുടെ ഒരു അഭിനയം? ആള് ഇപ്പൊ നമ്മളെ ആൽബം മേഖലകളിൽ എന്ന് വേണ്ട മറ്റു സിനിമാ മേഖലയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ചാൻസ് കിട്ടട്ടെ. ആൽബം രംഗത്ത് ഒരു നല്ല ഒരു മികച്ച മുന്നേറ്റം നടത്താൻ പറ്റുന്ന ഒരു നല്ല കലാകാരനാണ് ഷാനി ഫൈരൂർ. ഒരു നല്ല സംവിധായകനാണ്. മാത്രമല്ല കലാരംഗത്ത് ഇപ്പൊ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ കാലങ്ങളായിട്ട് ഇപ്പൊ ഞാനും ഷാനിഫൊക്കെ ബന്ധങ്ങളുണ്ടെങ്കിലും നല്ല സുഹൃത്ത് ബന്ധങ്ങളായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നത് ആള് എന്റെ ഒരു ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഒരു 1000-ഓളം ആൽബങ്ങൾ ആള് സംവിധാനങ്ങൾ ചെയ്തതായിട്ട് എനിക്കൊരു ഇതുണ്ട്. അതിനുശേഷം ആളൊരു 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ആളൊരു എത്തിപ്പെടാൻ ഒരു നല്ലൊരു ഫീൽഡിലോട്ട് ഒരു സിനിമ എന്നൊരു ബിഗ് സ്ക്രീനിലോട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ആൾ ഈ നായക വേഷത്തിൽ എത്തിയപ്പോൾ ഇക്കാടെ മുന്നിൽ ഇക്കയാണ് അതിലെ ഡയറക്ടറായിട്ട് എങ്ങനെ ആളുടെ അഭിനയത്തെ കുറിച്ചൊന്ന് വിശദീകരിച്ചിട്ട്. അതായത് ആ ഒരു ക്യാരക്ടർ നിങ്ങൾ ചിലപ്പോൾ ആൽബം കണ്ടാൽ മനസ്സിലാവും. സാധാരണ ആൽബങ്ങളിൽ അഭിനയിക്കുന്ന ഷാനിഫല്ല ആ ആൽബത്തിൽ അഭിനയിച്ചത്. കാരണം ഒരു വ്യത്യസ്തമായ മുഖമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കഴിവുകൾ അതിലൂടെ തെളിയിക്കാൻ പറ്റും എന്ന് ഒരു അഭിനയ നേതാവും ഒരു ഡയറക്ടർ കൂടിയായ ആൾ അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ അതിന്റെ മുഴുവൻ വിഷ്വൽ അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു വിഷ്വൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അദ്ദേഹം തന്നെ കണ്ടു. കാരണം അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോ ഞാനും ആ ഒരു പാതയിലുള്ളത് കൊണ്ട് എനിക്കും കൂടി അതിലേക്ക് ഷാനിഫിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റി. അത് പ്രേക്ഷകർ ഏറ്റെടുത്ത് എന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അതിന് ആ വർക്കിന്റെ കമന്റുകൾ നോക്കിയാൽ തന്നെ ഷാനിഫിന്റെ അഭിനയത്തെ കുറിച്ച് ആണ് ഏറ്റവും കൂടുതൽ അതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ഷാനിഫിന് ഒരുപാട് വലിയ നന്ദിയുണ്ട്. അതോടൊപ്പം വലിയ സ്ക്രീനിലേക്ക് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ എന്നാണ് ഇപ്പോ പൊന്നാവട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇക്ക ആദ്യമായിട്ട് പാട്ടുകൾ എഴുതിയ പാട്ട് ഏതെങ്കിലും ഇക്കാക്ക് പോകുന്നുണ്ടോ? ഫസ്റ്റ് എഴുതിയ പാട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സംവിധാനം ചെയ്ത വർക്ക്? ഫസ്റ്റ് ഇല്ല, എഴുതിയ പാട്ടുകള് കാരണം നമ്മൾ കൂടുതലും പാരടികളും കല്യാണപ്പാട്ടുകളും നിരന്തരം എഴുതുന്നതുകൊണ്ട് നമുക്കൊരു വ്യക്തമായിട്ടൊരു കണക്ക് സത്യത്തിൽ കിട്ടില്ല. കനവിലും നിലവിലും എന്ന് പറഞ്ഞൊരു ഓഡിയോ കാസറ്റാണ് ഞാൻ ആദ്യമായിട്ട് ഇറക്കിയതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. അത് പണ്ട് ഓഡിയോ അത് ഓല കാസറ്റ്, പഴയ ഓല കാസറ്റ് കേൾക്കാൻ തന്നെ വഴിയില്ല. അതാണ് ഞാൻ ഫസ്റ്റ് ഇറക്കിയതായിട്ടുള്ള എൻ്റെ ഒരു ഓർമ്മ. പിന്നെ അതിനുശേഷം ഇങ്ങനെ, കാരണം അന്ന് ഇന്നത്തെ പോലെയല്ല, അന്ന് ഒരു CD-യിൽ അതിനുശേഷം CD വന്നു. CD-യിൽ 8 പാട്ടാണ് അന്ന് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ വിഷ്വൽ ഇറക്കിയിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആൽബത്തിന്റെയും സംവിധാനത്തിന്റെയും ഇതിന്റെ ഒരു കണക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഒരു CD തന്നെ 7-8 പാട്ടാണ് നമ്മൾ അന്നത്തെ കാലത്ത് ഇറക്കണത്. അപ്പൊ ഇന്നെല്ലാം വ്യത്യസ്തമാണ്. യൂട്യൂബാണ്. യൂട്യൂബിൽ ഒരു പേരുടെ ഒരു സോങ് ആണ് ഇറങ്ങുന്നത്. അന്ന് അങ്ങനെയല്ല, അന്ന് ഒറ്റ പേര് തന്നെ 7-8 പാട്ടുകളാണ് ഇറക്കുന്നത്. ദിൽസെന്ന് പറഞ്ഞാൽ ഒരു 10 പേർക്ക് അങ്ങനെ ഒരുപാട് വർക്കുകൾ. നമ്മളെ കസ്തൂരി മാമ്പഴം, അങ്ങനെയുള്ള കനവിലും നിലവിലും, പിന്നെ ഒരുപാട് പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ട്. മെഴുനീര്, അങ്ങനെയൊക്കെയായിട്ടുള്ള ഒരുപാട് ആൽബങ്ങൾ. ഇപ്പൊ ഈ തൊട്ടടുത്ത് വർഷങ്ങളിൽ ചെയ്ത ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് പറയുന്നുണ്ട് ഷാനിഫിന്റെ വർക്കാണ്. അതല്ലാതെ വേറെ ഏതെങ്കിലും വർക്കുകൾ? മേരി കഹാനി എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ടായിരുന്നു. അത് അതിന്റെ സ്റ്റോറി സംവിധാനം മാത്രമാണ് ഞാൻ. അത് നമ്മളെ ഷെറിൻ സിയ എന്ന് പറഞ്ഞൊരു യുവ ഗായിക,
പാടിയിട്ടുണ്ട്. പാടിയിട്ടൊരു പാട്ടാണ്. ഷിനാസ് പൂനൂരാണ് അത്. അത് അത് നമ്മുടെ സുഹൃത്തിന്റെ ജയത്രി മീഡിയ തന്നെയാണ് റിലീസായത്. ഏകദേശം ജുറേജിന്റെ ജുറേജിന്റെ ഏകദേശം നല്ലൊരു വ്യൂസ് അതിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ ചാനലുകാരും നമ്മൾ വർക്ക് ഇറക്കുന്നുണ്ട്. എല്ലാ ചാനലുകാരും നല്ല സൗഹൃദമാണ്. എല്ലാ ചാനലും നമ്മളിതായിട്ട് ഇറക്കാത്തൊരു ചാനലും ഇല്ല ഇല്ല. കൂടുതൽ വർക്ക് ഇറക്കിയിട്ടുണ്ട് SR മീഡിയയിലാണ്. അപ്പൊ ഒരുപാട് യൂട്യൂബിൽ ചാനലിലൊക്കെ നമ്മൾ വർക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ കൂടുതൽ ജുറേജിന്റെ ചാനലിലും ഇറങ്ങിയിട്ടുണ്ട്, ജയത്രി വീഡിയോയിലോട്ട്. ജയത്രി മീഡിയയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോ നമ്മുടെ ചാനലിലോട്ടും ഇക്ക ഒരു വർക്ക് ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. നമ്മളെ ചാനലിന്റെ പേര് ഡിഫറെന്റ് മീഡിയ എന്നാണ്. ആ അല്ല, നമുക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ എന്റെ സമയത്തോളം ഇപ്പൊ പ്രഗത്ഭരായ ഗായകർ എത്ര പാട്ട് എൻ്റെ അത് പാടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. കണക്കുണ്ടാവില്ല. അല്ല, അത് അത്തരം പാട്ടുകൾക്ക് കൊടുത്തിട്ടല്ല. യുവ ഗായകരും പുതുമുഖ ഗായകരും എത്ര പാട്ട് പാടി എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറയും. കാരണം ഈ വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ പുതിയ ചാനലുണ്ടാക്കി ആ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക, ഇതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹകരിച്ച് യുവാക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കലാരംഗത്ത് നമ്മൾ അങ്ങനെ തന്നെ. കാരണം ഒരാൾക്ക് ഒരു അവസരം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളോട് എത്തിപ്പെടാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ശരി. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം എന്താണോ, ഒരു പാട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാല് ഇപ്പോ പലരും ഒരു പാട്ട് എഴുതാൻ തന്നെ വലിയ സംഖ്യയൊക്കെ വാങ്ങുന്നത്. ഞാനൊരു പാട്ട് എഴുതാൻ ഒന്നും വാങ്ങുന്നില്ല. കാരണം എന്താ, എനിക്കത് യൂട്യൂബിലൂടെ കിട്ടിയിട്ടൊന്നും കിട്ടൂല എന്നുള്ളത്. അപ്പൊ നമ്മളെ കൊണ്ട് ഒരു പാട്ട് എഴുതിയിട്ട് ഒരു ഗായകൻ രക്ഷപ്പെടുകയാണെങ്കിൽ ആ പാട്ട് എനിക്കൊന്നും വേണ്ട, ഒരു പ്രോഫിറ്റും ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ ഒരു തൊഴിലായിട്ട് വരുമ്പോൾ അതിൻ്റെതായ ചെറിയൊരു വേദന. പാട്ട് എഴുതിയിട്ട് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പൊ നിങ്ങളൊരു പാട്ട് പാടണം, നിങ്ങൾക്ക് ഒന്നുണ്ടോ, ആരെങ്കിലും ഓർക്കസ്ട്ര ക്രിയേറ്റ് ചെയ്തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ശരി. അപ്പൊ ഒരു പാട്ട് ഞാൻ എന്റെ വക തരാം.